സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ് സിമുലേറ്റർ പാർട്ട് 2. അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 2-ൽ ഒരു പുതിയ ട്രക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും മാക്സിമം കണ്ടിട്ട് മാത്രമേ വീഡിയോ കാണാവുള്ളൂ എന്ന് ഞാൻ നിർബന്ധിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു മാപ്പിൽ ഈ ഒരു ടവർ നമ്മൾ സിങ്കർണൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് സിങ്കർണൈസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു മിഷൻ ഉണ്ട്, റെസ്ക്യൂ സ്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. ആണ് അല്ല പിന്നെ എന്താണ് നോക്കിയിരിക്കുന്നേ? എന്നാ പിടിച്ചു ഗൈസ്. പിന്നെ എന്താ ഇങ്ങനെ കിടക്കുന്നേ? പറന്നു നീ. ഓക്കെ, അപ്പോൾ റെസ്ക്യൂ സ്റ്റീവ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്നും അറിയത്തില്ല. റെസ്ക്യൂ സ്റ്റീവ് ന്യൂ ഈവന്റ്. ഓക്കെ, ഓർക്കാൻ പറ്റുന്നോ? അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ, ഉറങ്ങിക്കോ. ഏശ് ഒരാളിട്ട് കൈ കാണിക്കുന്നു. തോണ്ട് ഒരുത്ത മുങ്ങിച്ചേർന്നു. ഞാൻ വന്നു ഇതിനെ രക്ഷിക്കാൻ. ചത്തോ? Don't let Steve down. ഇതായിരിക്കും സ്റ്റീവ്. മീനെ രക്ഷിക്കാനായിരിക്കും. ഓ, ഇതായിരുന്നു സ്റ്റീവ്, റെസ്ക്യൂ സ്റ്റീവ്. അയ്യേ, സ്റ്റീവിന്റെ എഫിഷ്യന്റ് ഇത് കിട്ടാനായിരുന്നു. മീൻ കൊമ്പ് രസമല്ല. നമുക്ക് നമ്മുടെ ആട് തന്നെയാണ് നല്ലത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ റിങ് കിട്ടിയായിരുന്നു ഗൈസ്. റിങ് കണ്ടില്ലേ ഒരുത്തൻ്റെ തലയിൽ? ഈ റിങ്ങിൻ്റെ പവറൊന്ന് ഓ അയ്യോ ഗൈസ്, ഈ റിങ്ങിൻ്റെ പവറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാഗ്നിഫൈൻ്റെ ഗ്ലാസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ? അപ്പം എന്താണോ നീ കുറേ നേരമല്ലോ. അയ്യോ, പണിയായെന്ന് തോന്നുന്നേ. ടാറ മുങ്ങിയതാണ് നാട്ടുകാർ മൊത്തം. ഇല്ല. അപ്പൊ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. സ്ഥലം എത്തി. ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഒരു ബോട്ട് തോണ്ട്. അപ്പം നമുക്ക് സിങ്കർണൈസ് ചെയ്ത് ഇതിനെ മണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ സിങ്കർണൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട് മൊത്തം നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമുക്ക് ഉണ്ട്. ഇതെന്താ കഴിച്ച് ഈ സാധനം? കംപ്ലീറ്റ് കൊള്ളാം. 17,000 രൂപയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി
റിവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു. അത് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ടവറിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ പോലെ. എത്തി റിവാർഡ്. ഓക്കെ, ഇച്ചിരി കിളന്നു വത്ത. എന്റെ പൊന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? അടിവശം എല്ലാം അവിടെ കളന്നുണ്ട്. ഇപ്പൊ ഇത്രയും ഒരു സ്റ്റെപ്പ് തന്നെ ക്രിയേറ്റ് ആയി. എന്റെ മോനെ, ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പണിക്കല്ലേ പോവാ. ഓക്കെ, അടുത്ത റിവാർഡ് ആകുന്നേ ഉള്ളൂ. അടുത്ത റിവാർഡ് പകുതിയായി. നമ്മൾ ഈ റിവാർഡ് നമ്മളെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിവാർഡ് കൂടി വരുന്നതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഗോട്ട് വെറിലെ റിവാർഡ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എപ്പിക്ക് ഫൈനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. ഫൈനലുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഒരു മിഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇവിടെ നമ്മളൊരു റെഡ് ബട്ടൺ എന്ന് പറയുന്നുണ്ട്. എന്താണ്ട് ഒരു മിഷൻ ഉണ്ട് ഇവിടെ. എനിക്ക് അത്രയ്ക്ക് പേടിയില്ല. കുക്കിംഗ് ക്ലാസ്സിലോട്ട് പോയാലോ ഗൈസ്? കുക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എനിക്കൊന്ന് പുറകിലാന്ന്. ലാഗുണ്ട്. ഓക്കെ, കുക്കിംഗ് ക്ലാസ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ കുക്കിംഗ് ക്ലാസ് എന്ന് തോന്നുന്നു. എന്താ ചെയ്യാൻ ഇവിടെ? ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളെ കുറെ പേര് ഇതുണ്ട് പണിയൊക്കെ പോന്നു. എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഇതാക്കാനാണ് ആയിരിക്കും. ആണ്, അത് കറക്റ്റാ. പച്ച കളറിൽ എന്തൊക്കെ വരുന്നു. മാസ്റ്റർ ഷെഫ് കിട്ടി ഗോയ്സ്. മാസ്റ്റർ ഷെഫ് ഇനിയിപ്പോ കയറത്തില്ല. നീ ഇവിടെ കഴിക്കാൻ വന്നല്ലേ? കളിയൊക്കെ വിടുന്ന കഴിച്ചിട്ട് പോ. കഴിച്ചേ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷം. ഓക്കെ, അതിന് ഇട്ടു. അപ്പം അടുത്ത മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു ഈശുമാരൊക്കെ. സൈക്കിൾ ഓടിക്കും. ഒന്നും പറ്റില്ല ഗൈസ്. അടുത്ത മിഷൻ നമുക്ക് ദ റെഡ് ബിഗ് ബട്ടണിലോട്ട് തന്നെ അങ്ങ് പോയേക്കാം. ദ റെഡ് ബിഗ് ബട്ടൺ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തൊരു കഷ്ടം ഗൈസ്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നില്ലേ. ഇനി എങ്ങോട്ടാ? എനിക്ക് വന്നിട്ട് മണ്ടയിലോട്ട് എന്തോടാ ഫ്രണ്ട്ലി ന്യൂ നെയ്ബർ. ഇത് കേസ് ഇവിടെ ഇതിന്റെ അകത്തോട്ട് ചാടി കയറേണ്ടി വരും. എനിക്കറിയത്തില്ല ഇവിടെ എന്താ നടക്കുന്നത്. എന്ത് കേസ് ഇവിടെ? പക്ഷെ മൊത്തം അടിയും ബഹളമൊക്കെയാണ്. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൊത്തം ഏരിയനാന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് നമ്മുടെ റെഡ് ബിഗ് ബട്ടൺ തന്നെ കംപ്ലീറ്റ് ചെയ്തേക്കാം.
മാറാ മാസ്റ്റർ ഷെഫ് വന്നേക്കോ അപ്പോഴാ. അയ്യോ അയ്യോ അയ്യോ, കേറ് 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 കേറ്. റെഡ് ബിഗ് ബട്ടൺ. ഇതെന്താ എനിക്ക് ഇത്രയ്ക്ക് നിർത്താൻ? അവൻ പോയി. ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ടായി. അവനും പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ബട്ടനെ പിടിച്ച് വെക്കാനായിരിക്കും. അതായിരിക്കും റെഡ് ബിഗ് ബട്ടൺ. 100 80 100 പ്ലസ് ഇട്ടു. നീ ഇതിനോട് പോയില്ലടാ. അയ്യോ എല്ലാം കത്തിപ്പോയി. അപ്പം ഹൈ എന്ന് കാണിച്ചിട്ടുണ്ട്. എന്താ എനിക്കത് മനസ്സിലായത്? എന്തുവാ പോന്നേ? എന്റെ പൊന്നു, എന്നോടൊരു ബോംബ് വന്ന് വേണ്ടിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റെഡ് ബിഗ് ബട്ടൺ. നമ്മുടെ ഒരു ചിറകുണ്ട്, അത് വെച്ച് പറന്നു പോവാം. ഓക്കെ, ഇതാണ് എന്റെ ചിറകിന്റെ പവറ്. ഇപ്പൊ നമുക്ക് പറക്കാം. ഇങ്ങനെ പോവാം ഗൈസ്, ഇങ്ങനെ പോവാം. അവിടെ ഒരു ബോംബ് കിടക്കുന്നുണ്ടില്ലേ? അത് നമ്മള് എന്തോ ചെയ്യണ്ടേ? എനിക്കൊന്നും മനസ്സിലായില്ല. പയ്യെ ഇറങ്ങി. ഇങ്ങനെ നടക്കാതെ മറ്റേ ബോംബിന്റെ സൗണ്ട് അല്ലേ? എന്തുവാടെ മാറ്. എവിടെ കഴിച്ചത്? പിന്നെ സോഡ ഉണ്ടോ? ഓ തോണ്ട് തോണ്ടാ ബോംബ്. തോണ്ട് ഒരൊറ്റ അടി വിടും. എന്റെ പൊന്നോ, എന്താണ്ടൊക്കെ നടന്ന്. ആട് തെറിച്ച് കണ്ട് ഇവിടെ വന്ന് കിടക്കുന്നു. നമുക്ക് പുതിയ സ്കിന്ന് കിട്ടി. റാങ്കഡ് അപ്പായി. ബർത്ത്ഡേ പാർട്ടി ഫിലിപ്സ്. എനിക്കത് വയ്യേൻ. അടുത്ത നമുക്ക് മേളിൽ പോയിച്ചാ. മേളിൽ എന്താണ്ടൊരു മിഷൻ ഉണ്ട്. നമുക്ക് മേളിൽ എന്താണ്ടൊരു സംഭവം ഉണ്ട്. മൊത്തം കത്തി കഴിഞ്ഞു. ഇന്ന് ഇവ സ്ഥലം കണ്ടോ? ഒരുമാതിരി ചെകുത്താന്റെ കോട്ട പോലായി. ഞാനത് കണ്ടായിരുന്നു കൊറേ ഇതില്. ഈ എൻഡ് ഓഫ് ദ വേൾഡ് അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഈ എൻഡ് ഓഫ് ദ വേൾഡ് എന്തുവാന്ന് വേണ്ട എൻഡ് ഓഫ് ദ വേൾഡ് കംപ്ലീറ്റ് ചെയ്യട്ടെ നമുക്ക്. ഇതിന്റെ മേളിലും കണ്ട് നമ്മൾ അത് സിങ്കർണൈസ് ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മളത് സിങ്കർണൈസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഓ തോണ്ട് എന്താണ്ടോ ചെയ്യണം. ക്ലീൻ ഇതിപ്പോ ഏത് മാപ്പിലാ ഗൈസ്? നമ്മള് വേറെ ഏതോ ഒരു മാപ്പിലാ ഗൈസ്. ഇതിന്റെ മേളിൽ കയറാനാണോ? നമ്മൾ ഈ ഒരു ഇത് സിങ്കർണൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഈ പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളിതിന്റെ മണ്ടയ്ക്ക് കയറി. ഓ ഇത് വർക്കാണെ ബാറ്ററി വേണം. എനിക്ക് തോന്നുന്നു നമ്മള് ഇതടി കാണുന്ന വിൻഡ് ബാറ്ററി എടുക്കണമെന്ന് തോന്നുന്നു. ചടിക്കോ ഈ വിൻഡ് മീനിന്ന് ബാറ്ററി എടുത്താൽ താഴോട്ട് എന്തായാലും ഉറപ്പാ. നമുക്ക് ഈ വിൻഡ് മീനിന്ന് എടുക്കാൻ കഴിച്ചു.
അതാണ് നല്ല. ഈ വിൻഡ് മേലിൽ നിന്ന് എടുക്കുന്നതല്ല നല്ലേ. കറക്റ്റ് ഗൈസ്. മറ്റേ നമ്മളെ ഒരു ബാറ്ററി ഉണ്ടല്ലോ. ഗൈസ് അപ്പൊ പിന്നെ താഴെ പോയിട്ടുണ്ട്. പെട്ടെന്ന് പോയിട്. അടുത്ത ബാറ്ററി എനിക്കൊന്ന് 2 ഫാനും തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ 2 അയ്യോ ബാറ്ററി, എന്റെ ബാറ്ററി. അയ്യോ എന്റെ ബാറ്ററി പോയി. അയ്യോ പോലെ ഇല്ല, പോയില്ല. അയ്യോ പോയില്ല. ഓക്കെ, ബാറ്ററി ഉണ്ട് എനിക്ക്. ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കൊണ്ട് ഫിക്സ് ചെയ്ത് നോക്കാം. ഇതെന്താണ് ഗെയിം ഫുൾ ഗ്ലിച്ചാ. കറക്റ്റ് ഗൈസ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അപ്പൊ അടുത്ത വിൻഡ് മേൽ ഇവിടെ ഇല്ല. അടുത്ത വിൻഡ് മേല് നമ്മൾ താഴെ എന്ന് തോന്നുന്നു. അടുത്ത വിൻഡ് മേല് താഴെ തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഇവിടെ നിന്ന് എടുത്താലും താഴെ പോകാതെ വരുന്ന പ്രശ്നം. അത്രയ്ക്ക് താഴെയൊന്നും പോകത്തില്ല. ഓക്കെ, കേറും. വീഡിയോയുടെ ഈ ലൈക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ പെട്ട് തലയില്ല. ഒട്ടൻ ഞാൻ എന്ത് പൊട്ടത്തരമൊക്കെ ഗൈസ് കാണിക്കുന്നത്. ഓരോ പൊട്ടത്തരം കാണിക്കുന്നത് ചുമ്മാ അല്ല. ഓക്കെ, ബാറ്ററി എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു കയറി പോവാം. തിരിച്ചു കയറി പോകാനും വഴിയില്ല ഗൈസ്. മറ്റേ ഒരു പരസ്യമില്ലേ ഗൈസ്, അതിൻ്റെ അകത്തെ ബാറ്ററിയുടെ അതേ ഫോണിലിട്ട് എനിക്കൊന്ന് ഈ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോമി അവസാനിക്കൂ. എനിക്കറിയത്തില്ല. കേറി പോ. ഇനി എന്തുവാ വീട് നമ്മളിപ്പോ ഒത്തിരി ആകാശത്താണ്. ഈ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കയറാൻ പറ്റുമോ? എന്താണ് സംഭവം? ഇലക്ട്രിക് ട്രിക്കറോ? എന്താണ് പവർ? ഇതിന് സ്വിച്ച്. അയ്യോ ചാകല്ലേ. അയ്യോ വീടിന്റെ എവിടെ കണ്ടൊക്കെ ചെന്ന് എത്തുന്നു. ഞാനിപ്പോ തടിപ്പടാണ് എത്തിയത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മള് വേറൊരു സംഭവം കൂടെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ ഞാനിതുവരെ കളിച്ചപ്പോൾ ഞാൻ സംഭവം കണ്ടതാണ്. അപ്പൊ അത് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൂടെ ഉള്ളു നമ്മുടെ ഇന്നത്തെ. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞാൽ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഇവിടെ കണ്ടൊരു സംഭവം ഇല്ലേ, എന്തായിരുന്നു? എൻഡ് ഓഫ് ദ വേൾഡ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാം പെട്ടെന്ന്.
ഓക്കെ അപ്പൊ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടാന്ന്. എനിക്ക് ഇവിടെ ഉണ്ടാവുന്നു. ആണ് ഇവിടെ തന്നെയാണ്. ഇവിടെ എന്തോ മിഷൻ എൻഡ് ഓഫ് ദ വേൾഡ്. Read the Baban with super important stuff. എന്ത് സംഭവം ഇതിടാനാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു എന്താണ് സ്റ്റഫ് ഇടാനാണ്. നമുക്ക് ഇതിട്ട് നോക്കാമോ? എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്താണ് ഇടണം. അല്ലല്ല ഇതല്ല. ഇതിട്ട് നോക്കാം. ഇച്ചിരി വലിയ സാധനം ഇട്ട് കൊടുത്താൽ വരുമോ? എനിക്കറിയത്തില്ല. ഓ അങ്ങനെ തന്നെ രണ്ട് സാധനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. കറക്റ്റാ. ഇനി ഒറ്റ സാധനം കൂടെ എടുക്കും. അത് വരത്തില്ല. ഇതെടുക്കാം. രണ്ടേക്ക് എടുക്കാം. ഓക്കെ ഇതെടുക്കാം. തുറന്നു. കംപ്ലീറ്റഡ് കറക്റ്റഡ്. എന്ത് ചെയ്യാനാ? ഇതിനകത്തോട്ട് പോകാനാണോ? അത് നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയൊക്കെയാ നടന്ന്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും അല്ലേ? അയ്യോ ഇതൊരു ഭാഗം ഓടിപ്പോയി. എന്തോ ചെയ്യാനാ കേസ് ഇവിടെ? ഹലോ എന്താണ്ട് അവിടെ എന്താണ്ട് ഒരു ബട്ടൺ മാറുന്നുണ്ട്. എന്ത് ഓണാക്കി പൈസ ഒരു കാറ്. സോംബി കാറോ? പക്ഷെ എനിക്കൊന്ന് തിരിച്ചു പോവാണ്. അവിടെ നമ്മുടെ അവിടെ നിന്നിടത്ത് ഒരു ഗ്യാരേജ് ഉണ്ട്. അത് തുറന്നിട്ടുണ്ട്. എന്തൊക്കെയൊക്കെയാ നടക്കുന്നത് ഗൈസ്. അപ്പം നമ്മള് ഭൂമിയിലെത്തിയിട്ടുണ്ട്. ഈ ഗ്യാരേജ് ആണ് ഇത്. നമുക്ക് ആ ഗ്യാരേജ് ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വഴി ഏത് വഴിയൊക്കെയാ? ഇനി മുതൽ നമ്മുടെ ഈ കാറ് നമ്മുടെ സ്വന്തമാണ്. എന്തൊക്കെയൊക്കെ നടക്കുന്നു. വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ല ഈ കാറിന്. ഇങ്ങോട്ട് പോകുമ്പം നമ്മള് വേറെ ടവറിലോട്ടുള്ള ചിങ്കനൈ സംഭവത്തിലോട്ട് പോകത്തില്ലേ? അവിടെ ഉണ്ട്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കണ്ടതാണ്, അല്ലാതെ ഞാൻ കോപ്പി ഒന്നും അടിച്ചല്ല ഉണ്ടാക്കി ഈ വീഡിയോ ഒന്നും. പടയുന്നു പോ. വഴി മാറണം. ഒരു നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ എന്താണ്ടൊക്കെ നടക്കുന്നു. ഇവിടെ എന്താണ്ടൊക്കെ ഇവിടെ എന്താണ്ട് ഒരു സംഭവം ഉണ്ട്. നമ്മളിപ്പം സൂവിലാണ്. സൂവിൽ വന്നു. സൂവിൽ വെൽക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ എന്തോ ചെയ്യണ്ടേ? ഫ്രീ ബില്ല്. ഈ ഒരു ബില്ല്. ഇത് ബില്ലാണോ? തിമിംഗലമാണോ ഇങ്ങനെ ഇരിക്കുന്നേ? ഇത് വർഷങ്ങളായിട്ട് ഈ ഗ്ലാസിനകത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ ബില്ല് സൗണ്ട് പിടിച്ചേക്ക്. അയ്യോ
എനിക്ക് തോന്നുന്നു ഇതിനെ കടലിൽ കൊണ്ടിടാനായിരിക്കും. ഇവിടെ കുറെ കടലുണ്ട്, അപ്പൊ അതിനെ രക്ഷിക്കങ്ങ്. അയ്യോ, ഒന്നും കാണുന്നില്ലേ. വാടാ ഫ്രീ ബില്ലി. ഇങ്ങനെ ബില്ലിയെ പുറത്തിറക്കാൻ വരുന്നില്ല. പയ്യെ വാ. കണ്ടോ, അത് വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവഴി കിടക്കാം. ഇതൊരു ചാള. അങ്ങനൊന്നും അല്ല. ഇറങ്ങ്. എന്താ കാണിക്കുവോ ഗൈസ്? എങ്ങനെയല്ല ഇതില് ഇറങ്ങണം, അതാണ്. ഓക്കെ, ഇറങ്ങി. കടലിലോട്ട് കൊണ്ടിട്ട് പെട്ടെന്ന് പോ. ഞാനും കടലിലോട്ട് പോയി. വിട്ടേക്ക്. പോയി. ഫ്രീ ബില്ലി കംപ്ലീറ്റഡ്. എന്താ മോനെ, എന്തുവാ? അതെന്ത് കാര്യം നടന്നേ? എന്താണ്ടൊക്കെയോ നടന്നു കേസ്. ഇപ്പം നമ്മുടെ ബില്ലിയെ രക്ഷിച്ചു. പക്ഷെ ആ ബില്ലി വേറെന്താണ്ടൊക്കെ വീഴുന്നു നമ്മുടെ തണ്ടിക്ക്. ആദ്യത്തെ ഈ 2 മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഈ റിവാർഡ് കംപ്ലീറ്റ് ചെയ്യാം. എന്നാ ഗൈസ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് ഇതോടെ കളക്ട് ചെയ്യാം. നമുക്ക് ഓട്ടവറിലോട്ട് പടയിൽ പോയിട്ട് വരാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടയോട്ട് പെട്ടെന്ന് വാ. ഇപ്പൊ നമ്മൾ ഓട്ടവർ ഡേയിലോട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരൂടെ പോയാൽ മതി, നമുക്ക് ഓട്ടവർ എത്തി. തിരിച്ചു വന്ന് വഴിയാണ് ഓട്ടവർ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് റിവാർഡ് കളക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഗോട്ടോൾ എടുത്തിട്ടുണ്ട്. മൊത്തം ഗ്ലിച്ചായി. അപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് റിവാർഡ് എത്താറായി. നമ്മുടെ ഗെയിം ഫിനിഷ് ആകാൻ കുറച്ചുകൂടെ ആയാൽ മതി. ഓക്കെ, തേർഡ് റിവാർഡ് കളക്ട് ചെയ്യാൻ. ഓക്കെ, തേർഡ് റിവാർഡ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത റിവാർഡ് എന്തുവാ? നമുക്ക് ഏതോ ഒരു ഡോറ് തുറന്നു. എന്ത് കേസ് ഇത്? എന്താണ്ടൊക്കെ നടന്നു. അപ്പൊ അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു നല്ല ഗോഡ് സിമുലേറ്ററിന്റെ പാർട്ട് 3 ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് സീ യു, ടാറ്റ.